പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുകയാണ്. ഇന്ന് അറിയാം ഈ ജനവിധി എങ്ങനെയാണ് എന്നുള്ളത്. നമുക്കൊപ്പം ഷിനോജ് എസ് ടി കൂടി ചേരുന്നുണ്ട്. ഷിനോജെ, അമൽ പറയുകയായിരുന്നു അവിടെ മഴയുടെ ഒരു സാധ്യതയുണ്ട്, ശക്തമായ മഴയുണ്ട് എന്നുള്ളത്. ഷിനോജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകളുടെ ഒരു ഒഴുക്ക്? മഴ തടസ്സമാകുമോ? ജലക്ഷ്മി, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പോത്തുകൽ, വഴിക്കടവ് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഗവൺമെൻറ് LP സ്കൂൾ മാങ്കുത്തിലാണ്. ഈ സ്കൂളിലാകെ 5 ബൂത്താണുള്ളത്. 198 മുതൽ 202 വരെയുള്ള 5 ബൂത്താണ് ഈ സ്കൂളിലുള്ളത്. ഇതിൽ 202 നമ്പർ ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. 7 മണിയോടുകൂടി തന്നെ M സ്വരാജ് കുടുംബത്തോടൊപ്പം ഈ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഈ മോക്ക് പോളിംഗ് ഒക്കെ തന്നെ കൃത്യം രാവിലെ 5:30 തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും സമയം 6 കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലെ തന്നെ ഒരാൾ വോട്ട് ചെയ്യാനായി രേഖപ്പെടുത്തി എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് എത്തിയേ? ഞാൻ 5 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെന്താ? അസൈ. ചായയൊക്കെ കുടിച്ചാ? ചായ കുടിച്ചു. എന്നും എല്ലാ തവണയും ഇത്തരത്തിൽ രാവിലെ എത്തും? എല്ലാ തവണയും നേരത്തെ എത്തലുണ്ട്. ആദ്യ വോട്ടർ അപ്പം ചേർന്ന ഇൻഷാല്ലാ. ഇങ്ങനെ സാധ്യതയൊക്കെ എങ്ങനെയാ? ഭയങ്കര കയറ്റ് മത്സരമായിരുന്നു ഇത്തവണ. രണ്ടാളും മോശമല്ല, പക്ഷേ ബാബു മുന്നോട്ട് നിൽക്കുന്നുള്ള വിശ്വാസമാണ്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ. വീടുകളിലൊക്കെ ഇഷ്ടംപോലെ മന്ത്രിമാർ വരുന്നു അല്ലേ, നേതാക്കൾ ഒരുപാട് വരുന്നു. അതെ, അപ്പം ചായ കുടിച്ച് വരുവാണ്. എന്തായാലും രാവിലെ 5:30 എത്തിയ വോട്ടറാണ്. ഇങ്ങനെ ആദ്യത്തെ വോട്ടറാണ്. ഈ 5 ബൂത്തിലും ആദ്യമായി എത്തിയത് അദ്ദേഹമാണ്. എന്തായാലും അങ്ങനെ ഒരുപാട് ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ മഴ ഏതെങ്കിലും തരത്തിൽ ആശങ്കയാകുമെന്ന ഒരു തരത്തിലുള്ള പേടിയൊക്കെ തന്നെ 3 മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലോക്സഭ പ്രിയങ്ക ഗാന്ധി മത്സര സമയത്ത് പോലും 61 ആയിരുന്നു ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആ ഒരു ആശങ്ക മുന്നിലുണ്ട്. അതിനാൽ തന്നെ പരമാവധി ആളുകളെ രാവിലെ തന്നെ എത്തിക്കാനാണ് 3 മുന്നണികളും ശ്രമം നടത്തുന്നത്. എന്തായാലും മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജയലക്ഷ്മി. ശരി ഷിനോജ്, എന്തായാലും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ രാവിലെ എത്തി തുടങ്ങുന്നുമുണ്ട്. വോട്ട്